അന്തരീക്ഷം. അവിടെ കുറെ കർഷകരും കുറെ വൃക്ഷലതാദികളും തൊട്ടടുത്തായ ഒരു പുഴയോട് ചേർന്നതും ആയ രീതിയിലാണ് ഇവിടെ ആയുർവേദ നികേതനം തീം പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വയലുകളിൽ ഉഴുതുമറിക്കുന്നതും കർഷകർ വിവിധ തരം കൃഷികൾ പാടത്തും പറമ്പത്തും ചെയ്യുന്ന രീതികളുമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്ന് വന്ന് കാണുന്നവരെല്ലാം വീണ്ടും വീണ്ടും ഇവിടേക്ക് വരുന്നു. അത്രയ്ക്ക് മനോഹരമായ ഒരു അന്തരീക്ഷം പുഴയോട് ചേർന്നത് കൂടി ആയതുകൊണ്ട് കിളിക്കളം ഇളം കാറ്റോട് കൂടി കാണപ്പെടുന്നു. തൊട്ടടുത്തായി നിലം ഉഴുതു മറിക്കാനായി കളക്കുട്ടന്മാരുമുണ്ട്. ഇവ ഇത്ര മനോഹരമായി എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഞാൻ കണ്ടിട്ടേയില്ല. ഇത് പണ്ടത്തെ കാളവണ്ടിയാണ്. അന്ന് സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും യാത്ര ചെയ്യുന്നതിനും മറ്റുമായി കാളവണ്ടികളായിരുന്നു ഒരു കാലത്ത് ഉപയോഗയോഗ്യമാക്കിയിരുന്നത്. സന്ധ്യയായി കഴിഞ്ഞാൽ വെളിച്ചത്തിനായി റാന്തൽ വിളക്കുമുണ്ട്. റാന്തൽ വിളക്കുകളൊക്കെ എന്ത് ഭംഗിയിലാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കൃഷിക്ക് ആവശ്യമായി വെള്ളം ഉപയോഗിക്കാനുള്ള വീല്, നിലം ഉഴുതു മറിക്കാനുള്ള കാളക്കുട്ടന്മാര്, പണ്ട് കാലങ്ങൾ ഓരോന്നും നമ്മുടെ കൺമുന്നിൽ വരച്ചു വെച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ഇന്നത്തെ തലമുറ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്തായപ്പുഴയുമുണ്ട് കേട്ടോ. പാടത്തുനിന്ന് കൊണ്ടുവരുന്ന നെല്ലുകൾ സൂക്ഷിച്ചിരുന്നത് അന്ന് പത്തായപ്പുരയിലാണ്. ധാന്യങ്ങൾ ശേഖരിക്കാനായി പണ്ടുള്ളവർ സൂക്ഷിച്ചിരുന്ന പെട്ടി. പത്തായത്തെ കുറിച്ചും പഴമൊഴികളുണ്ട്. വിത്താഴം ചെന്നാൽ പത്തായം നിറയും എന്നാണ് പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ലിൽ പതിയെ